കപ്പ ഒരുപാട് കാലം നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിച്ച് വെക്കാനുള്ള 4 ടിപ്സാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ സീസൺ അല്ലാത്തപ്പോഴും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കപ്പ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 4 ടിപ്സാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ ഒരുപാട് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാലും നമുക്ക് സീസൺ അല്ലാത്തപ്പോഴും ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ കപ്പ വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള റെസിപ്പീസ് ഉണ്ടാക്കാൻ കഴിയുമല്ലോ അല്ലേ. നമുക്ക് പാൽക്കപ്പ, അതുപോലെ കപ്പ പുഴുങ്ങിയത്, കപ്പ വെച്ചിട്ട് കറികൾ എല്ലാം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന ഭക്ഷണം തന്നെയാണല്ലോ അല്ലേ നമ്മൾ കപ്പ പുഴുങ്ങിയതും ചമ്മന്തി, അതുപോലെ മീൻ കറിയും കൂട്ടിയിട്ട് കപ്പ കഴിക്കുന്നതൊക്കെ. അപ്പോൾ സീസൺ അല്ലാത്തപ്പോഴും നമുക്കതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ കിട്ടിയ ആ ഒരു 2-3 കപ്പ ഇതുപോലെ നല്ല വൃത്തിയിൽ അതിൻ്റെ മണ്ണും തൊലിയും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മണ്ണിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകരുത്, നല്ല വൃത്തി തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണോ നമ്മൾ സാധാരണ കപ്പ പുഴുങ്ങിയതിനൊക്കെ കട്ട് ചെയ്യുന്നത് അതുപോലെ ഇതാ ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഒരുപാട് വലിയ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒരു ചെറിയൊരു സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിൽ അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത്ര അളവിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് കിട്ടിയെങ്കിൽ ആ ഒരുപാട് അളവിൽ തന്നെ നിങ്ങളങ്ങ് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് ഫസ്റ്റത്തെ ടിപ്പ് എന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്നതായിരിക്കുമല്ലോ അല്ലേ സിപ്ലോ കവർ. ഇന്ന് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, ഓൺലൈനിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒരു സിപ്ലോ കവർ എടുത്തിട്ട് ഇതുപോലെ കുറേശ്ശെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു എയറൊക്കെ ഒന്ന് കളയുക. ഒന്നുകിൽ നിങ്ങൾക്ക് സ്ട്രോ വെച്ചിട്ട് അത് ആ ഒരു എയറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് എയർ കളഞ്ഞെടുക്കുക. അപ്പോൾ എയർ മുഴുവനായിട്ടും കളഞ്ഞെടുക്കണം. അത് പ്രത്യേകിച്ച് ഒരു ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എയർ നന്നായിട്ട് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരാവശ്യത്തിനുള്ളത് മാത്രം നിങ്ങൾ സിപ്ലോ കവറിൽ സൂക്ഷിച്ച് വെക്കുക. ഒരുപാട് അളവിൽ വലിയ സിപ്ലോ കവറിൽ സൂക്ഷിച്ച് വെക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ ചെറിയ കവറുകളിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ്. ഇനിയിപ്പോൾ സിപ്ലോ കവർ ഇല്ലെങ്കിൽ തന്നെ ആയാലും സാധാരണ നമ്മളുടെ അടുത്തുള്ള കവർ ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ കവർ, അതിലായിക്കഴിഞ്ഞാലും മതി. പക്ഷേ കുറച്ച് അളവിൽ സൂക്ഷിച്ച് വെക്കാൻ നോക്കുക. അങ്ങനെ ആയി കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ആവശ്യത്തിനുള്ളതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഓരോ ആവശ്യങ്ങൾക്ക് മാത്രം നമുക്ക് എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു വലിയ അളവിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് പുറത്തിട്ട് എടുക്കേണ്ടി വരും. അത് എന്നിട്ട് അതിൻ്റെ തണുപ്പ് മാറി വീണ്ടും പഴയതങ്ങ് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഓരോ ആവശ്യത്തിനുള്ള കവറിൽ മാത്രമാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ കേടായി പോകുകയില്ല, നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച്, അതായത് ഒരാവശ്യത്തിനുള്ള അത്രയും കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് സാധാരണ നമ്മൾ നോർമൽ വാട്ടർ, തണുത്ത വെള്ളം തന്നെ, സാധാരണ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക ചെയ്യുന്നത്. ഇതൊരു മൂടി വെച്ച് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2 ആഴ്ചയോളം ഫ്രിഡ്ജിൽ കേടാവാണ്ട് നിൽക്കുകയും ചെയ്യും. ഫ്രീസറിലല്ല വെക്കുന്നത്, ഫ്രിഡ്ജിലാണ്, താഴത്തെ ഭാഗത്താണ് വെക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള വലിയൊരു കവർ ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീസറിലൊക്കെ അതുപോലെ ഫ്രിഡ്ജിലൊക്കെ സ്ഥലം എളുപ്പത്തിൽ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് നിന്ന് ഒന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു കവർ പോലെ കിട്ടും. ഇനി അതിലേക്ക് നമ്മളെ കപ്പ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ കവറുണ്ടെങ്കിൽ അതെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നടുക്ക് വെച്ച് നമ്മളൊന്ന് ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ 2 സൈഡിൽ നമുക്ക് നിറച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ അളവിൽ ഓരോ ആവശ്യത്തിനെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം, അതായത് ഒരു പ്രാവശ്യത്തേക്കുള്ള ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ ആ മറ്റേ ഭാഗം ഉണ്ടല്ലോ, 2 ഭാഗം നമ്മളുണ്ടാവുമല്ലോ, അപ്പോൾ ആ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള കപ്പ നിറച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുക, റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് എയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് കെട്ടി വെക്കുക. അപ്പോൾ അതിൻ്റെ നടുക്കത്തെ ഭാഗത്ത് റബ്ബർ ബാൻഡ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു അറ്റത്ത് മാത്രം ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാസങ്ങളോളം കപ്പ കേടാവാണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു 2 മെത്തേഡും നല്ല അടിപൊളി മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ സിപ്ലോ കവറിൽ നമ്മൾ ഇട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കാലങ്ങളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച്, പ്രത്യേകിച്ച് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ വെക്കുന്നത് സാധാരണ ഫ്രിഡ്ജിലല്ല, നമ്മൾ വെക്കുന്നത് ഫ്രീസറിലാണ്.
ഇനി നമുക്ക് നാലാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ പറയുന്നത് വർഷങ്ങളോളം നമുക്ക് കപ്പ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോർമൽ വാട്ടർ അല്ല എടുക്കുന്നത്, കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കുന്നത്. കൈകൊണ്ട് തൊടുമ്പോൾ നമുക്ക് തൊടാൻ പറ്റുന്ന വിധത്തിലുള്ള വെള്ളമായിരിക്കണം നമ്മൾ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നോർമൽ സാധാരണ പൊടിയുപ്പായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉപ്പും പഞ്ചസാരയൊക്കെ നല്ലൊരു പ്രിസർവേറ്റീവാണ്. ഒരുപാട് കാലം നമുക്കിത് കേടാവാണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ 1 ടേബിൾ സ്പൂൺ നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്, സുർക്ക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം അതൊക്കെ ഒന്ന് അലിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കപ്പ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റോളം ഈ ഒരു കപ്പ ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് മാറ്റി വെക്കണം. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, അധികം വെക്കേണ്ട ആവശ്യമില്ല. ആ ഉപ്പും എണ്ണയും വിനാഗിരിയും പഞ്ചസാരയും ഒക്കെ ഈ ഒരു കപ്പയിൽ പിടിച്ച് കിട്ടാൻ മാത്രം വെച്ചാൽ മതി. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഇതുപോലുള്ള ഒരു അരിപ്പയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം, വെള്ളം കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഞാൻ അടിയിൽ തുണി വെച്ചിട്ടുണ്ട്, ആ തുണിയിലിട്ടിട്ട് ഒന്നിക്കൽ ഫാനിൻ്റെ കാറ്റുണ്ടല്ലോ അതിൻ്റെ താഴെ, ഫാനിന് താഴെ വെച്ചിട്ട് നമുക്ക് ഈ കപ്പയിലെ വെള്ളമൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ടവൽ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുത്താൽ മതി, വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഒരിക്കലും വെയിലത്ത് വെച്ചൊന്നും ഉണക്കിയെടുക്കരുത്, അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടമാകും, ഉണങ്ങിയ കപ്പ പോലെ ആയി പോകും. അപ്പോൾ ഫ്രഷായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം വെള്ളമൊക്കെ പോയിന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള സിപ്ലോക്ക് കവറിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഒരു പ്രാവശ്യത്തേക്കുള്ള അളവിൽ മാത്രം തന്നെയാണ് എല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ കപ്പ പെട്ടെന്ന് മോശമാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ എയറൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കളഞ്ഞതിന് ശേഷം ഫ്രീസറിൽ ഇങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ നമുക്ക് 1 വർഷത്തോളം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല പ്രിസർവേറ്റീവാണ് നമ്മളിതിന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിലും അതുപോലെ ഫ്രീസറിലൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല, ഒരുപാട് അളവിലൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ അളവിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാകും. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ബൾക്കായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ അളവിൽ ഓരോ ആവശ്യത്തിനും സൂക്ഷിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സീസൺ അല്ലാത്തപ്പോൾ നമുക്കിത് കഴിക്കാനും ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും പുറം രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അതുപോലെ സീസൺ അല്ലാത്തപ്പോൾ ഇത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ചക്കയും മാങ്ങയും അതുപോലെ പഴുത്ത ചക്കയും ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന, ചക്കക്കുരു ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്